ഓഡിറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഓഡിറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയവും ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ടും ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, അതേപോലെ തന്നെ ഷെയർ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഈ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് എന്താണ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ? എന്താ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ എ ബോണസ് ഷെയർ ഈസ് എ ഫ്രീ കോസ്റ്റ് ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ് ടു ദി എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡർ. നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകുന്നതിന് എന്ത് വിളിക്കുന്നത്? ബോണസ് ഇഷ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ കോസ്റ്റ് ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ് ടു എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ. നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെ എന്ത് ചെയ്യുക? ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്ത് ചെയ്യുക? പെയ്ഡ് അപ്പ് ഷെയർ നൽകുക. ഇത്തരത്തിൽ പെയ്ഡ് അപ്പ് ഷെയർ, ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകുന്നത് ഔട്ട് ഓഫ് പാസ്റ്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവ് അല്ലെങ്കിൽ ഷെയർ പ്രീമിയം അക്കൗണ്ടിൽ നിന്നാണ്. ഇത് അത്തരത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഔട്ട് ഓഫ് പാസ്റ്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ റിസർവ് ഓർ ഷെയർ പ്രീമിയം അക്കൗണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, by issuing bonus shares, company may future affect reduction in huge dividend rate. Huge dividend rate എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാന്നുള്ള ഉദ്ദേശത്താലാണ് ഇത്തരത്തിൽ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്ത് നൽകുന്നത്. അപ്പോൾ ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ് ടു ദി എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് distributed out of accumulated profit or reserve or share premium account. ഇത് reduce huge dividend rate. ഇത്രയും കാര്യങ്ങൾ എന്താ ഓർത്ത് വെക്കുക. ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ റിസർവ്, റെഡ്യൂസ് ഹ്യൂജ് ഡിവിഡൻഡ് റേറ്റ്സ്. ദെൻ നെക്സ്റ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ബോണസ് ഷെയർസ് ആയിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്തിരിക്കണം? മസ്റ്റ് ഓതറൈസ്. അത്തരത്തിലുള്ള ഷെയർ ഇഷ്യൂ എന്ത് ചെയ്തിരിക്കണം? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്തിരിക്കണം. മറ്റൊന്ന്, ദ കമ്പനി ക്യാൻ ഇഷ്യൂ ബോണസ് ഷെയർ ഓൺലി വെൻ ദർ ഇസ് സഫിഷ്യൻറ്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകാൻ പാടുള്ളൂ. പിന്നൊന്ന്, ബോണസ് ഷെയർ മസ്റ്റ് ബി റെക്കമെൻഡഡ് ബൈ ദി ബോർഡ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ദി ഷെയർ ഹോൾഡർ. ബോർഡ് റെക്കമെൻഡേഷൻ ചെയ്യണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അത് ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പെർമിഷൻ ഫ്രം കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ്. കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസിൻ്റെ പെർമിഷൻ എന്ത് ചെയ്തിരിക്കണം? വാങ്ങിച്ചിരിക്കണം. പിന്നെ ബോണസ് ഷെയറിൻ്റെ ഇഷ്യൂഡ് ഓൺലി ടു ദി എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഈ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ബോണസ് ഷെയർ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇഷ്യൂ ചെയ്ത് നൽകാൻ പാടുള്ളൂ എന്ന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്തിരിക്കണം. കമ്പനി ക്യാൻ ഇഷ്യൂ ബോണസ് ഷെയർ ഓൺലി വെൻ ദർ ഇസ് സഫിഷ്യൻറ്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ബോണസ് ഷെയർ മസ്റ്റ് ബി റെക്കമെൻഡഡ് ബൈ ബോർഡ്, ഡയറക്ടർ ബോർഡും അതുപോലെ തന്നെ ആനുവൽ ജനറൽ മീറ്റിംഗും എന്ത് ചെയ്തിരിക്കണം? അപ്രൂവ് ചെയ്തിരിക്കണം. ദെൻ permission from control of capital issues, CCI. Bonus shares are issued only to existing equity shareholders. Bonus issued in proportion to the shareholding. Bonus എന്ത് ചെയ്യുന്നു? ഇപ്പോഴുള്ള ഷെയർ ഹോൾഡിങ്ങിൻ്റെ പ്രൊപ്പോർഷനിലാണ് ഇഷ്യൂ ചെയ്യുക. ബോണസ് ഇഷ്യൂഡ് ആസ് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക. അപ്പം പറഞ്ഞത്, ബോണസ് ഷെയർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്തിരിക്കണം. Company can issue bonus share only when there is sufficient accumulated profit, reserve, share premium. Bonus share must be recommended by board and approved by shareholders, passing a resolution at the general meeting. Then permission from controller of capital issue must be obtained. Then bonus share are issued only to existing equity shareholders. Bonus shares are issued in proportion to shareholding, as pro rata.
ബോണസ് ഇഷ്യൂഡ് ആസ് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടാണ് എന്ത് ചെയ്യാറ്, ബോണസ് ഇഷ്യൂ ചെയ്യാറ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കണം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് പറയുന്നത് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ബോണസ് ഇഷ്യൂ അറ്റ്ലീസ്റ്റ് 36 months, 36 മാസം, അതായത് 3 വർഷമെങ്കിലും ടൈം ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ബോണസ് ഇഷ്യൂസുകൾ തമ്മിൽ. കമ്പനീസ് ആർ പ്രൊഹിബിറ്റഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർ ഇൻ ലീവ് ഓഫ് ഡിവിഡൻഡിന് പകരമായിട്ട് ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിനെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ഓൺ ഫ്രീ റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ജെന്യൂൻ പ്രോഫിറ്റ് എന്നുള്ള ഫ്രീ റിസർവ്സിന് മാത്രമേ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. റിസർവ്സ് മെയ്ഡ് ഔട്ട് ഓഫ് റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് നോട്ട് പെർമിറ്റഡ് ഫോർ ക്യാപിറ്റലൈസേഷൻ ഫോർ ദിസ് പർപ്പസ്. റിസർവ്സ് മെയ്ഡ് ഔട്ട് ഓഫ് റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ അതൊരിക്കലും തന്നെ എന്തില്ല, ക്യാപിറ്റലൈസേഷന് പരിഗണിക്കാൻ പാടില്ല. Articles of Association must authorize ചെയ്തിരിക്കണം. The Board of Directors must recommend the issue of bonus share and same must be approved and passed by shareholders in the general meeting. പിന്നെ permission from controller of capital issues. The balance in free reserve after proposed capitalization should be at least 40% of increased paid up capital. Free reserve balance വരുന്നത് എന്ത് ചെയ്തിരിക്കണം, അറ്റ്ലീസ്റ്റ് 40% ഓഫ് ഇൻക്രീസ്ഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ 40% എങ്കിലും ആയിരിക്കണം. ഓൾ കണ്ടിജന്റ് ലയബിലിറ്റീസ് ഡിസ്ക്ലോസ് ചെയ്യണം. മിനിമം റെസിജ്വൽ റിസർവ്. ഓൾ കണ്ടിജന്റ് ലയബിലിറ്റീസ് എന്ത് ചെയ്തിരിക്കണം, disclosed in the audited account which have bearing net profit should take into account calculation of minimum residual reserve. Minimum residual reserve ന്റെ കാൽക്കുലേഷൻ എന്ത് ചെയ്തിരിക്കണം, ഇത് കൺസിഡർ ചെയ്യണം. Then next, applications for the bonus issue should be accompanied by the application for the issue of bonus share within 1 month of the bonus recommended by the board of directors. Board of directors recommend ചെയ്തിട്ട് 1 മാസത്തിൻ്റെ ഉള്ളിൽ ബോണസ് ഇഷ്യൂ നടന്നിരിക്കണം. The application for bonus share should be accompanied by certificate from ഓഡിറ്ററിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അക്കമ്പനി ചെയ്തിരിക്കണം. അതായത് indicating that these guidelines have been fully met as per guidelines issued by central government guidelines എന്ത് ചെയ്തിട്ടുണ്ട്, പാലിച്ചിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് കമ്പനി ചെയ്തിട്ട് വേണം അപ്ലിക്കേഷൻ ചെയ്ത് ഫോർവേഡ് ചെയ്യാൻ. അപ്പോൾ ബോണസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് ഗൈഡ് ലൈൻസ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ബോണസ് ഇഷ്യൂ എന്തായിരിക്കണം, 3 വർഷമായിരിക്കണം. കമ്പനീസ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് ഷെയർസ്, ബോണസ് ഷെയർസ് ഇൻ ലീവ് ഓഫ് ഡിവിഡൻഡിന്. പിന്നെ ബോണസ് ഷെയർസ് ഇഷ്യൂഡ് ഫ്രീ റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ജെനുവിൻ പ്രോഫിറ്റിൽ നിന്നായിരിക്കണം. Reserve out of revaluation of fixed asset is not permitted for capitalization for this purpose. Articles of other association must authorize. Board of Directors recommend ചെയ്തിരിക്കണം. അത് must be approved by and passed by shareholders in general meeting. Before issuing bonus share, permission from the controller of capital issues എന്തിരിക്കണം. The balance in the free residual reserve after proposed capitalization should be at least 40% of the increased paid up capital. Then application for the issue of bonus share within 1 month or the bonus recommended by the board of directors recommended 1 month into the bonus issue നടത്തിയിരിക്കണം. The application for the bonus share should be accompanied with certificate from the auditor. The certificate പറയുന്നത് അത് indicating that these guidelines have been fully met as per guideline issued by central government guidelines issue ചെയ്ത അനുസരിച്ച് fully met ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൂടി വേണം ഈ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ. Then ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റർ ഡ്യൂട്ടീസ് എന്തൊക്കെ നോക്കാം. ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ and he should see that board resolution. He should examine shareholders minutes book. He should ensure that sanctions of control of capital issues have been obtained.
He should ensure that bonus shares are issued only after accumulated reserves created. He should see that necessary legal formalities have been complied with. He should examine the entries. He should check the share register, allotment book, reserve account. He should check balance sheet. He should see that in case of non-resident, the shareholders approval of Reserve Bank has to be obtained. ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ത് ചെയ്തിരിക്കണം? വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ബോർഡ് റെസൊല്യൂഷൻ എന്ത് ചെയ്തിരിക്കണം? പാസ്സാക്കിയിരിക്കണം. വി ഷുഡ് എക്സാമിൻ ദി ഷെയർ ഹോൾഡേഴ്സ് മിനിറ്റ്സ് ബുക്ക്. ഷെയർ ഹോൾഡേഴ്സ് മിനിറ്റ്സ് ബുക്ക് എന്ത് ചെയ്തിരിക്കണം? പരിശോധിക്കണം. എന്തിനു വേണ്ടിയാണ് ഷെയർ ഹോൾഡേഴ്സ് മിനിറ്റ്സ് ബുക്ക് പരിശോധിക്കണം എന്ന് പറയുന്നതിന് കാരണം അപ്രൂവൽ ഓഫ് ബോർഡ് റെസൊല്യൂഷൻ ഇൻ ദി ജനറൽ മീറ്റിംഗിൽ അപ്രൂവൽ ലഭിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഇതിലുണ്ടാവും, ബോർഡ് റെസൊല്യൂഷൻ ഉണ്ടാവുക. He should examine the shareholders minutes book. Shareholders minutes ബുക്കും പരിശോധിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബോർഡ് റെസൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്തിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ബോർഡ് റെസൊല്യൂഷൻ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ മിനിറ്റ്സ് ബുക്ക് പരിശോധിക്കണം എന്നുള്ളത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അപ്രൂവൽ ഓഫ് ബോർഡ് റെസൊല്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്രൂവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പെടുത്താൻ വേണ്ടി. അതുപോലെ ഈ ഷുഡ് എൻഷുർ ദാറ്റ് സാങ്ഷൻസ് ഓഫ് കൺട്രോൾ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് ഹാവ് ബീൻ ഒബ്റ്റൈൻഡ്. കൺട്രോൾ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പെടുത്തണം. ഈ ഷുഡ് എൻഷുർ ദാറ്റ് ബോണസ് ഷെയർ ആർ ഇഷ്യൂഡ് ഓൺലി ആഫ്റ്റർ അക്യുമുലേറ്റഡ് റിസർവ് ക്രിയേറ്റഡ്. അക്യുമുലേറ്റഡ് റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ജെന്യൂൻ പ്രോഫിറ്റ് ഷെയർ പ്രീമിയം. ഷെയർ പ്രൈസ് എത്തുന്ന ജെന്യൂൻ പ്രോഫിറ്റിൽ നിന്ന് ആണ് അക്യുമുലേറ്റഡ് റിസർവ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിൽ നിന്നാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തതെന്നുള്ള എൻഷുർ ചെയ്യണം. You should see that necessary legal formalities have been complied with. ലീഗൽ ഫോർമാലിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. You should examine the entries. ഇതിലുള്ള ലെഡ്ജർ ജേർണൽ എൻട്രീസ് എന്ത് ചെയ്തിരിക്കണം, പരിശോധിക്കണം. You should check the share register, allotment book, reserve account. ഷെയർ രജിസ്റ്റർ, അലോട്ട്മെന്റ് ബുക്കും റിസർവ് അക്കൗണ്ട് പരിശോധിക്കണം. You should check the balance sheet. ബാലൻസ് ഷീറ്റ് പരിശോധിക്കണം. എന്തിനു വേണ്ടിയാണ്? ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി നോട്ട് the change made by the issue of bonus share കൊണ്ടുണ്ടായിട്ടുള്ള ചേഞ്ച് പരിശോധിക്കാൻ വേണ്ടി. Then he should see that in case of non-resident shareholders in the case approval of Reserve Bank has to be obtained. Reserve Bank of ഇന്ത്യയുടെ അപ്രൂവൽ ആവശ്യമാണ്. നോൺ റെസിഡന്റ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ അത് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പുവരുത്തണം. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. Transfer of shares na transfer of interest or rights of shares of company to somebody without consideration. Transfer of shares എന്ന് പറഞ്ഞാൽ transfer of share refers to transfer of interest or rights of shares of company to somebody with or without consideration. Audit of share transfer is not a statutory duty of an auditor. The statutory duty alla auditor, but it is not compulsory that to check the transfer of shares. The auditor has to see the share capital as stated in the balance sheet agrees with the share capital, but under special arrangements the director may ask the auditor to undertake the work of share transfer for extra remuneration. ചിലപ്പോൾ ചില ഘട്ടത്തിൽ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുക, ഷെയർ ട്രാൻസ്ഫർ കൂടി എന്ത് ചെയ്യുക, ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഡയറക്ടേഴ്സ് ആവശ്യപ്പെടാം. അത്തരത്തിൽ ഷെയർ ട്രാൻസ്ഫർ ഓഡിറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ക്ലറിക്കൽ എറേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാനും ഫ്രോഡ്ലൈൻ ട്രാൻസ്ഫേഴ്സ് എന്ത് ചെയ്യാൻ തടയാനും വേണ്ടിയിട്ടാണ്. ടു പ്രിവെൻറ്റ് ക്ലറിക്കൽ എറേഴ്സ്, ടു പ്രിവെൻറ്റ് ഫ്രോഡ്ലൈൻ ട്രാൻസ്ഫേഴ്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി എന്തൊക്കെ നോക്കാം. Auditor should assume that section 108 to 112 of Companies Act have been complied with. സെക്ഷൻ കമ്പനീസ് ആക്ടിൻ്റെ 108 മുതൽ 112 വരെയുള്ള വകുപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അതൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് അതനുസരിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തണം. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, യു ഷുഡ് വെരിഫൈ ദി ആർട്ടിക്കിൾസ് റിഗാർഡിംഗ് ദി പ്രൊസീജിയർ ടു ബി ഫോളോഡ്. ആർട്ടിക്കിൾസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് പരിശോധിക്കണം.
Then he should verify transfer application in prescribed form. പ്രിസ്ക്രൈബ്ഡ് ഫോമിലാണ് ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ ചെയ്തിട്ടുള്ളത്, വാങ്ങിച്ചിട്ടുള്ളത്. അതിന് സിഗ്നേച്ചർ ഉണ്ടാവും. അതായത് ട്രാൻസ്ഫർ അപ്ലിക്കേഷനിൽ വെരിഫൈ ചെയ്യണം സിഗ്നേച്ചർ ഓഫ് ദി ട്രാൻസ്ഫറർ, അതിൻ്റെ ഒറിജിനൽ ഷെയർ അപ്ലിക്കേഷൻ ഫോം വിത്ത് സിഗ്നേച്ചർ ഓഫ് ട്രാൻസ്ഫർ ഫോം. എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ഫോം ഒറിജിനൽ അപ്ലിക്കേഷൻ ഫോം വെച്ചിട്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ അതെന്ത് ചെയ്യണം, ഫോർജറി ട്രാൻസ്ഫേഴ്സ് തടയാൻ വേണ്ടി സിഗ്നേച്ചർ പരിശോധിക്കണം. യു ഷുഡ് സീ ദാറ്റ് ദ ട്രാൻസ്ഫർ ഫോംസ് ആർ ഡ്യൂലി സ്റ്റാമ്പ്ഡ് ബൈ ദി ട്രാൻസ്ഫറർ. എന്ത് ചെയ്യണം, യു ഷുഡ് സീ ദാറ്റ് ട്രാൻസ്ഫർ ഫോംസ് ആർ ഡ്യൂലി സ്റ്റാമ്പ്ഡ് ബൈ ദി ട്രാൻസ്ഫറർ. ട്രാൻസ്ഫർ ഫോംസ് എന്താണ്, സ്റ്റാമ്പ്ഡ് ബൈ ദി ട്രാൻസ്ഫറർ. ട്രാൻസ്ഫർ എന്ത് ചെയ്തിരിക്കണം, സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ ഓഡിറ്റർ ഷുഡ് അസ്യൂം സെക്ഷൻ 108 to 112 of Companies Act have been complied with. He should verify articles and regarding the procedure to be followed. അതുപോലെ he should verify transfer application is prescribed forms and the signature. He should see that transfer forms are duly stamped by the transferor. You should see whether transfer fees is duly received and credited in profit and loss account. Transfer fee വാങ്ങിയിട്ടുണ്ടെന്ന് അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നും whether the money has been deposited with the bank, ആ മണി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. He has to check details of share transfer forms with that share register. Share transfer forms എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. He should check the number of shares maintained as the counterfoils of new share certificate issued with the number appeared on the cancelled. ഇതിൽ ചെക്ക് ചെയ്യണം നമ്പർ ഓഫ് ഷെയർസ് മെയിൻറ്റെയിൻ കൗണ്ടർ ഫോയിൽ ന്യൂ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതും വിത്ത് നമ്പർ അപ്പിയർഡ് ഓൺ ദി ക്യാൻസൽഡും, ക്യാൻസൽ ചെയ്തതും അതേപോലെ തന്നെ പുതിയ ഇഷ്യൂ ചെയ്തതും തമ്മിൽ എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്യണം. When part of shareholding has been transferred, ഒരു പാർട്ട് മാത്രം ഷെയർ ഹോൾഡിംഗ് ആണ് ട്രാൻസ്ഫർ ചെയ്തത്, ഷുഡ് ചെക്ക് ദി ബാലൻസ് ഓഫ് സർട്ടിഫിക്കറ്റ് വിത്ത് ദി കൗണ്ടർ ഫോയിൽ. ബാലൻസ് ഓഫ് സർട്ടിഫിക്കറ്റും കൗണ്ടർ ഫോയിലായിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. നോട്ടീസ് ആൻഡ് നോ ഒബ്ജക്ഷൻ, അതായത് you should see that due notice has been given to transferor and ensure no objection certificate, no objection has been received. നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് അതുപോലെ നോ ഒബ്ജക്ഷൻ ചെയ്തിട്ടുണ്ടെന്നോ has been received ആണെന്നുള്ളത് എന്ത് ചെയ്തിരിക്കണം, ഉറപ്പുവരുത്തണം. ട്രാൻസ്ഫർ ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. if the share has been issued in the absence of share certificate, ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ആബ്സെൻസിലാണെങ്കിൽ ലെറ്റർ ഓഫ് ഇൻഡംനിറ്റി ഷുഡ് ബി എക്സാമിൻഡ്. അവിടെ ലെറ്റർ ഓഫ് ഇൻഡംനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ ഉണ്ടായിരിക്കും, അത് എന്ത് ചെയ്തിരിക്കണം, എക്സാമിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്ന്, കമ്പനീസ് ആക്ടിലെ 108 മുതൽ 112 വരെയുള്ള വകുപ്പുകൾ അനുസരിച്ചായിരിക്കണം. പിന്നെ ആർട്ടിക്കിൾസ് വെരിഫൈ ചെയ്യണം. വെരിഫൈ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഫോമിലുള്ളത് അതിൻ്റെ സിഗ്നേച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യണം. ട്രാൻസ്ഫർ ഫോംസ് സ്റ്റാമ്പ്ഡ് ആയെന്നുള്ള ഉറപ്പുവരുത്തണം. അതുപോലെ ട്രാൻസ്ഫർ ഫീസ് റിസീവ് ചെയ്തിട്ടുണ്ട്, അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ചെക്ക് ഡീറ്റെയിൽസ് ഓഫ് ഷെയർ ട്രാൻസ്ഫർ ഫോംസ് ഓഫ് ഷെയർ രജിസ്റ്റർ. ഷെയർ ട്രാൻസ്ഫർ ഫോംസ് ഷെയർ രജിസ്റ്റർ ആയിട്ട് ട്രാൻസ്ഫർ എന്ത് ചെയ്യണം, പരിശോധിക്കണം. Then he should check the number of shares maintained as counterfoils, new share issued cancelled എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ when the part of share holding and transfer ചെയ്താണെങ്കിൽ auditor should check the balance of certificate counterfoils. നോട്ടീസ് നൽകിയിരിക്കണം, നോ ഒബ്ജക്ഷൻ എഴുതിയിരിക്കണം. ട്രാൻസ്ഫർ ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ആവാൻ പാടില്ല. if the share has been issued in the absence of share certificate, ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ ആബ്സെൻസിലാണെങ്കിൽ ലെറ്റർ ഓഫ് ഇൻഡംനിറ്റി should be examined. He should see that blank transfer application and prepare list, if they are more than 12 months old, it should be rejected. Blank transfer എന്നുള്ള അപ്ലിക്കേഷൻസിൽ 12 മാസത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, റിജക്ട് ചെയ്യണം. You should confirm that the registration of transfers have been received. Refused due notice are to be served transfer to transferee. രജിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്ഫേഴ്സ് എന്ത് ചെയ്തിരിക്കണം, റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡ്യൂ നോട്ടീസ് എന്ത് ചെയ്തിരിക്കണം, ട്രാൻസ്ഫറിക്ക് അയച്ചിരിക്കണം. He should ensure that old share certificate has been cancelled. എല്ലാ ഓൾഡ് ഷെയർ സർട്ടിഫിക്കറ്റും ക്യാൻസൽ ആക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. Then സെപ്പറേറ്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്തിരിക്കണം,
സെപ്പറേറ്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് relating to audit share transfer should be prepared by auditor to submit certificate to board submit ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നമ്മൾ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞത് സെക്ഷൻ 108 to 112 വരെയുള്ള ആർട്ടിക്കിൾസ് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ പ്രിസ്ക്രൈബ് ഫോമിലായിരിക്കണം, ട്രാൻസ്ഫർ ഫോം ഡ്യൂലി സ്റ്റാമ്പ്ഡ് ആയിരിക്കണം, ട്രാൻസ്ഫർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ എമൗണ്ട് ഫീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. Check details of share transfer forms with the share register. Then new share certificate issue ചെയ്തിട്ടുണ്ടെങ്കിൽ cancelled share certificate ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, അപ്പിയർ ചെയ്തിട്ടുണ്ടാവും അതിൽ. അത് കൗണ്ടർ ഫോയിൽ വെച്ചുകൊണ്ട് പരിശോധിക്കണം ന്യൂവിൻ്റെതും അതുപോലെ അപ്പിയർ ചെയ്ത ക്യാൻസൽഡ് ഷെയർ സർട്ടിഫിക്കറ്റും. പിന്നെ പാർട്ട് ഓഫ് ഷെയർ ഹോൾഡിംഗ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണെങ്കിൽ ബാലൻസ് സർട്ടിഫിക്കറ്റും വിത്ത് കൗണ്ടർ ഫോയിൽ ആയിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. നോ ഒബ്ജക്ഷൻ അതുപോലെ നോട്ടീസ് നൽകിയിരിക്കണം, നോ ഒബ്ജക്ഷൻ നേടിയിരിക്കണം. പിന്നെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽസ് എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ആബ്സെൻസ് ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ് ഓർ ലെറ്റർ ഓഫ് ഇൻഡംനിറ്റി എന്തിരിക്കണം, നൽകിയിരിക്കണം. നെക്സ്റ്റ് reconcile balance of share held by the member according to the register of member. Total subscribed capital has been entered in the general ledger. Reconcile the balance of share held by the member according to the register of the members with the total subscribed capital as entered in the general ledger. And you should see that blank transfer applications are prepared list not more than 12 months. You should confirm that registration transfers has been refused due notice are to be served. You should ensure that old share certificate has been cancelled, then separate audit certificate. Audit share transfer ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്താണ്? ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്നാൽ ട്രാൻസ്ഫർ ഓർ ഹാൻഡ് ഓവർ ടു ദി ട്രാൻസ്ഫറി ദ ഷെയർ സർട്ടിഫിക്കറ്റ് ഫോം കംപ്ലീറ്റ്ലി ബ്ലാങ്ക് എക്സെപ്റ്റ് സിഗ്നേച്ചർ ഓഫ് ദി ട്രാൻസ്ഫറി. സിഗ്നേച്ചർ ഓഫ് ദി ട്രാൻസ്ഫർ വെച്ച് ബാക്കി പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ടുള്ള ഹാൻഡ് ഓവർ തന്നെയാണ്, ട്രാൻസ്ഫർ ഓഫ് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് ട്രാൻസ്ഫറിനെയാണ് എന്ത് വിളിക്കുന്നത്, ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. Transfer or hand over transfer the share certificate with a form completely blank except the signature of the transfer. The genuine owner concealed his identity. ഇവിടെ genuine owner identity conceal ചെയ്യുന്നില്ല, conceal ചെയ്യുന്നു. Transmission of shares. എന്താണ് transmission of shares എന്ന് പറയുന്നത്? When shareholder dies or becomes insolvent, lunatic, his holdings are transferred to legal heirs. അത്തരത്തിൽ ലീഗൽ ഹയേഴ്സിന് തൻ്റെ ഷെയർസിൻ്റെ ഷെയർ ഹോൾഡർ മരിക്കുകയോ അയാൾ ഇൻസോൾവൻ്റ് ആവുകയോ പാപ്പരാവുകയോ ലുനാറ്റിക് മാനസിക രോഗിയായി മാറുകയൊക്കെ ചെയ്താൽ അയാളുടെ ഷെയർ ഹോൾഡിങ്സ് എന്ത് ചെയ്യുന്നു, ലീഗൽ ഹയേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് വിളിക്കുന്നത് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. ആ ലീഗൽ ഹയേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യാതെ റിസീവർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അപ്പോയിൻറ്റഡ് ബൈ ദി കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന റിസീവർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററാണ് ചെയ്യുക. ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ദ സക്സഷൻ സർട്ടിഫിക്കറ്റ് പ്രൂവിങ് ദി ലീഗൽ ഹാർഡ്ഷിപ്പ് ഈസ് എൻക്ലോസ് വിത്ത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. ഈ ഡെത്തിൻ്റെ കേസാണെങ്കിൽ സക്സഷൻ സർട്ടിഫിക്കറ്റ് പ്രൂവിങ് ദി ലീഗൽ ഹാർഡ്ഷിപ്പ് പ്രൂവ് ചെയ്യാൻ വേണ്ടി സക്സസ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, ഹാജരാക്കിയാൽ മതിയാവും എൻക്ലോസ് വിത്ത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. If the company satisfies legal certificate application in prescribed form, the company allows share transfer to legal representative or official reserve of the administrator or administrator. ഇതെന്തിന്ന് കമ്പനി സാറ്റിസ്ഫൈ ചെയ്യാൻ ലീഗൽ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ പ്രിസ്ക്രൈബ് ഫോമിൽ ആപ്ലിക്കേഷൻ നൽകി കമ്പനി എന്ത് ചെയ്യുന്നു, അലോ ഷെയർ ട്രാൻസ്ഫർ ടു ദി ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ട്രാൻസ്ഫർ ചെയ്ത് നൽകും. റിഡംഷൻ ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇനിയുള്ളത് എന്താണ്? റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷനാണ്. എന്താ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ആർഷോ ഷെയർസ് റെഡീംഡ് ആഫ്റ്റർ എ ഡെഫിനിറ്റ് പീരീഡ്. ഒരു ഡെഫിനിറ്റ് പീരീഡ് കഴിഞ്ഞാൽ റെഡീം ചെയ്യുന്ന ഷെയർസിന് എന്താ വിളിക്കുന്ന റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്.
അത് ആസ് പെർ ദി ടേം ഓഫ് ദി ഇഷ്യൂ ഓർ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി കമ്പനി. അത് ഇഷ്യൂവിൻ്റെ ടേംസ് അനുസരിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ ഓപ്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം, അത്തരത്തിൽ ഷെയർസ് റെഡീം ചെയ്യാം. പ്രൊവൈഡിങ് പ്രോപ്പർ നോട്ടീസ്, അതിന് മുമ്പായിട്ടൊരു പ്രോപ്പർ നോട്ടീസ് നൽകിക്കൊണ്ട്. റെഡീം പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഒന്ന്, സെക്ഷൻ 80 ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 80 ആണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉള്ളത്. അതിലുള്ള പ്രൊവിഷൻസ് ഏതൊക്കെയെന്ന് അറിയാം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രൊവൈഡ്സ് ഫോർ ദി ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ദി ഷെയർസ്. ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. പിന്നെ ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ക്യാൻ ബി റെഡീംഡ്. ഫുള്ളി പെയ്ഡ് അപ്പ് മാത്രമേ റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. ഷെയർസ് ആർ റെഡീംഡ് ഔട്ട് ഓഫ് ജെന്യൂൻ പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. ജെന്യൂൻ പ്രോഫിറ്റ് ഓഫ് ദി കമ്പനിയിൽ നിന്നാണ് റെഡീം ചെയ്യുക. അല്ലെങ്കിൽ അമൗണ്ട് റിസീവ്ഡ് ഫ്രം ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ് മെയ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് റിഡംഷൻ. റിഡംഷൻ്റെ പർപ്പസിന് വേണ്ടി ചെയ്തിട്ടുള്ള ന്യൂ ഇഷ്യൂവിൽ നിന്നാണ് എന്ത് ചെയ്യുക, റെഡീം ചെയ്യുക. പ്രീമിയം ഈഫ് എനി പെയ്ഡ് ടു റിഡംഷൻ ഇറ്റ് ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ഷെയർ പ്രീമിയം അക്കൗണ്ട്. പ്രീമിയം എന്തെങ്കിലും പെയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, പ്രോഫിറ്റിൽ ഉണ്ടെങ്കിൽ ഷെയർ പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, പെയ്ഡ് ചെയ്യും. വെൻ റിഡംഷൻ ഈസ് മെയ്ഡ് ഓൺ ഡിവിസിബിൾ പ്രോഫിറ്റ്. ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ് റിഡംഷൻ മെയ്ഡ് ചെയ്യുന്നതാണെങ്കിൽ ഈക്വൽ നോമിനൽ വാല്യൂ ടു ബി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അതിൻ്റെ നോമിനൽ വാല്യൂ എവിടുത്തെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. എനി റിഡംഷൻ ഈസ് മെയ്ഡ് ഇറ്റ് മസ്റ്റ് ബി നോട്ടിഫൈഡ് രജിസ്റ്റർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days ഡേറ്റ് ഓഫ് റിഡംഷൻ. ഡേറ്റ് ഓഫ് റിഡംഷൻ 30 daysൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം, രജിസ്റ്റർ കമ്പനീസിൻ്റെ രജിസ്റ്ററിൽ എന്ത് ചെയ്തിരിക്കണം, നോട്ടിഫൈ ചെയ്തിരിക്കണം. ഒന്ന് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പിന്നെ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിരിക്കണം, ഷെയർസ് റെഡി ചെയ്യുമ്പോൾ ജെന്യൂൻ പ്രോഫിറ്റിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ് നിന്നായിരിക്കണം. പ്രീമിയം ഈഫ് എനി പെയ്ഡ് ടു റിഡംഷൻ ഇസ് പെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി ഓർ ഷെയർ പ്രീമിയം അക്കൗണ്ട്. When redemption is made of divisible profit of the company, amount equal to nominal value of share redeemed to be transferred to capital redemption reserve. Any redemption of redeemed preference shares are within 30 days in the register of companies in the notify ചെയ്തിരിക്കണം. Then ഇതാണ് സെക്ഷൻ 80 പ്രകാരമുള്ള പ്രൊവിഷൻസ്. ഇത് ഓഡിറ്റേഴ്സ് ഡ്യൂട്ടീസ് എന്തൊക്കെ നോക്കാം. ഓഡിറ്റർ എന്ത് ചെയ്യുക, ഷുഡ് വെരിഫൈ ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതുപോലെ ഹി ഷുഡ് സീ ദാറ്റ് ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ ഈസ് അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 80 ഓഫ് ദി കമ്പനീസ് ആക്ട്. സെക്ഷൻ 80 പ്രകാരം തന്നെയാണെന്നുള്ള ഉറപ്പുവരുത്തണം. ഹി ഷുഡ് ചെക്ക് ദി എൻട്രീസ് ഇൻ റിഗാർഡ് ടു ദി ഇഷ്യൂ. ഇതിൻ്റെ എൻട്രീസും എന്ത് ചെയ്തിരിക്കണം, പരിശോധിക്കണം. ഇത്രയാണ് ഓഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ട്രാൻസ്ഫർ, ട്രാൻസ്മിഷൻ, അതേപോലെ തന്നെ റിഡംഷൻ ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.